ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുബാല സഖ്യദിനം ആഘോഷിച്ചു. ഫാദർ ലെനിൻ പുത്തൻവീട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ തിരുബാല സഖ്യദിനം ആഘോഷിച്ചു. ഫാദർ ലെനിൻ പുത്തൻവീട്ടിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗോതുരുത്ത് ഫൊറോന വികാരി ഫാദർ ആന്റണി ബിനോയ് അറക്കൽ സന്ദേശം നൽകി. ആനിമേറ്റർ ജോമോൾ ബിജു അധ്യക്ഷയായിരുന്നു. കോട്ടപ്പുറം രൂപത PRO ഫാദർ ആന്റൺ ജോസഫ് ഇലഞ്ഞിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ജോമിറ്റ് നെടുവില വീട്ടിൽ സമ്മാനദാനം നിർവഹിച്ചു. ആശംസകൾ നേർന്ന മതബോധന HM സെബാസ്റ്റ്യൻ KC, സെക്രട്ടറി മഡോണ ജോസഫ്, PTA പ്രസിഡന്റ് വിനോജിനോസ്, തിരുബാലസഖ്യം ലീഡർ ഇസബെല്ല ബിജു, ഐറിൻ ജോസഫ്, മതബോധന അധ്യാപകരായ അൻഷ്യ സാജൻ, സിനി സെബാസ്റ്റ്യൻ, ഹിറ്റി ജോർജ്, സിസ്റ്റർ മെഴ്സലിൻ, ഇൻസി ടോമി, ഗോഡ്വിൻ ടൈറ്റസ്, ആന്റണി കോണത്ത്, ആന്റണി ഗോഡ്വിൻ, ജോമി TD, ഹിൽന, ഷൈന രജീഷ് എന്നിവർ സംസാരിച്ചു. ദൈവത്തിന്റെ മനുഷ്യരുടെ എല്ലാവരുടെയും പ്രീതിയിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു. പ്രത്യേകമായി ഇന്നത്തെ ഈ ഒരുക്കങ്ങൾ നടത്തിയ എല്ലാവർക്കും, നിങ്ങളുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ PTA-ക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ദിനം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാനുള്ള ഏറ്റവും നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രിയമുള്ള ലിനിൻ അച്ഛൻ്റെ പേരിലും നമ്മുടെ ജോമിറ്റ് അച്ഛൻ്റെ പേരിലും KTSM HM സെബാസ് സാറിൻ്റെ പേരിലും PTA പ്രസിഡന്റ് വിനോദ് ചേട്ടൻ്റെ പേരിലും നമ്മുടെ എല്ലാ അധ്യാപകരുടെയും മാതാപിതാക്കൾ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഈ നല്ല ദിനത്തിന് ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് എപ്പോഴും നിലനിൽക്കാനായിട്ടും എപ്പോഴും കൂട്ടായി നിൽക്കാനായിട്ടും സാധിക്കും. ഈ കൂട്ടായി നിൽക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? നമ്മളാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിക്കാൻ പറ്റില്ലേ? പക്ഷെ ഞാനിങ്ങനെ കുറച്ച് വടികളെടുത്ത് ഇങ്ങനെ എടുത്ത് ഇതെടുത്ത് അതും തന്നെ ഇതെടുത്തിട്ട് ഞാനിങ്ങനെ എനിക്ക് ഓടിക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് കൂട്ടായ്മയുടെ ബലം. ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കാൻ പറ്റും, പക്ഷെ കൂട്ടായിട്ട് ഈശോയോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിട്ട് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ കൃപകളും നേർന്നുകൊള്ളുന്നു, ആശംസിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം ഫാദർ ആന്റണി ബിനോയ് അറക്കൽ പതാക ഉയർത്തി. തുടർന്ന് കലാപരിപാടികൾ നടന്നു.